നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ റൂട്ട് ചാനലിന് തന്ന അംഗീകാരവും ലൈക്കുകളും എല്ലാം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും, നന്ദി രേഖപ്പെടുത്തും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഡിഫറെൻ്റ് കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ആനയും ആറ്റവും എന്നുള്ള സബ്ജക്റ്റാണ്. നമുക്കറിയാം, ഇന്ന് ശാസ്ത്രം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആറ്റം എന്ന് പറയുമ്പോൾ ആറ്റോമിക സംഖ്യയാണ് നമ്മുടെ ഓർമ്മയെ നിലനിർത്തിയത് എന്ന് ഞാൻ പറയും. കാരണം ആറ്റോമിക സംഖ്യ എന്ന് പറയുമ്പോൾ ഓരോ ആറ്റോമിക സംഖ്യക്കും പീരിയഡ്സിനും അതുപോലെ തന്നെ അതിൻ്റെ മെത്തഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഓർമ്മശക്തി അത് നിലനിർത്തുന്നു. അത് ഇന്ന ആറ്റമാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. പിന്നെ ആ ആറ്റം പിന്നെ മറ്റൊരു ആറ്റമായി മാറില്ല. ഉദാഹരണത്തിന്, വെള്ളത്തിലുള്ള ആറ്റം മറ്റൊരാറ്റത്തിൽ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ആണ് H2O എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉണ്ടാവൂ അതിൽ. അപ്പോൾ എന്തായാലും ശരി, എല്ലാം ആറ്റത്തിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കണ്ടെത്തൽ പഴയ കാലത്തെ വിശ്വാസത്തിൻ്റെ സൂചനയിലേക്ക് തന്നെയാണ് പോയത്. ഉദാഹരണത്തിന്, ആന എന്ന് പറഞ്ഞത് ചെരിഞ്ഞു കഴിഞ്ഞ് ചത്തു കഴിഞ്ഞാൽ അത് മണ്ണായിപ്പോയ സ്ഥലത്ത് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ അസ്ഥികൂടം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ ആ അസ്ഥികൂടവും ഇല്ലാത്തൊരവസ്ഥയാണ് വരിക. അതായത് അത് ആറ്റമായി മാറുന്നു എന്നർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളും ആറ്റം തന്നെയാണ്. അപ്പോൾ മരങ്ങളും ആറ്റം തന്നെയാണ്. പ്രപഞ്ചത്തിൽ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം ആറ്റങ്ങളാണ് എന്ന് ലാസ്റ്റ് ഐൻസ്റ്റീൻ അത് സ്ഥിരീകരിച്ചപ്പോൾ നമുക്ക് പൂർണ്ണമായ ബോധ്യമായി. നമ്മളെ ഒരു രോമകൂപത്തിലുള്ള ആറ്റങ്ങളെ വരെ അദ്ദേഹത്തിൻ്റെ ആ സിദ്ധാന്തപ്രകാരം നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. എന്ന് വെച്ച് ആറ്റം മാത്രമേ ഉള്ളൂ, അള്ളാഹു ഇല്ല എന്നൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ വഴുതി മാറി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബോംബൊക്കെ നിർമ്മിച്ചു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ആറ്റത്തെ നമുക്ക് വേർതിരിച്ച് കണ്ടിട്ട് ഒരു വസ്തുവായി കാണാൻ ഒരിക്കലും തന്നെ സാധ്യമല്ല. കാരണം ആ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനെ തിരഞ്ഞു പോയാൽ പിന്നെ അവിടെ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ന്യൂക്ലിയസും കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞാൽ പിന്നെ വെറും വായു തന്നെ. പക്ഷേ ഈ വായുവിൽ ഈ ന്യൂക്ലിയസ് എന്ന ആറ്റം എങ്ങനെ വന്നു എന്നാണ് ഇപ്പോഴത്തെ അന്വേഷണങ്ങളും എല്ലാ പുരോഗതിയും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഈ കാര്യം, ഈ ആറ്റം തന്നെ ഒരു പശുവായിട്ടും ഒരു മനുഷ്യനായിട്ടും ഒരു ആനയായിട്ടും അതിന് തിന്നേണ്ട വസ്തുക്കളായിട്ടും അത് മരിച്ചു പോകുമ്പോഴെല്ലാം വെറും ആറ്റമായിട്ടും ഇരിക്കുന്നതിൻ്റെ കാരണം എന്ത്? അതിനൊരു മതത്തിന് ഉത്തരം തരാൻ കഴിയില്ല. പക്ഷേ ഇസ്ലാം മതത്തിന് സാധിക്കുന്നു. അവിടെയാണ് ഇസ്ലാം മതത്തിൻ്റെ നിലനിൽപ്പ്. ഈ ആനയെ നമുക്ക്, ഈ മൂന്ന് സംഭവത്തെയും നമ്മൾ അള്ളാഹു എന്നാണ് നിരീക്ഷിക്കുന്നത്. കാരണം അള്ളാഹുവിനാരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, കാണത്തുമില്ല. പക്ഷേ അള്ളാഹു എന്നൊരു സാധനം ഉണ്ട്. കാരണം അത് വെറുതെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഖുർആൻ വിവക്ഷിക്കുന്നതും മുന്നോട്ട് വെക്കുന്നതുമായ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കേണ്ടതിനൊരു വ്യക്തിഗതമായ അത് എല്ലാവരും അംഗീകരിക്കാവുന്ന ഒരു സ്ക്രിപ്റ്റ് എന്നതുള്ളതാണ് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖുർആനൊക്കെ വരുന്നേക്കാൾ മുമ്പ് തന്നെ ആറ്റത്തെ കണ്ടുപിടിച്ചിട്ട് ആറ്റം ഉണ്ട് എന്ന നിരീക്ഷണത്തിലൊക്കെ വന്നുള്ള ശാസ്ത്രജ്ഞന്മാരെ കത്തോലിക്ക സഭ ചുട്ടുകൊന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ മറ്റു വീഡിയോയിൽ പറയുന്നതാണ്. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വവിജ്ഞാന കോശം എഴുതിയുണ്ടാക്കുമ്പോൾ
അവിടെ നബിയെ സഹായിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. കാരണം നബിക്ക് ഒന്നും അറിയുമായിരുന്നില്ല. നബി ഒരു ബിസിനസ്സുകാരനായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞാനിതാ ഖുർആൻ എഴുതിയിരിക്കുന്നു, എല്ലാവരും ഇസ്ലാം മതം വിശ്വസിച്ചോളൂ എന്നങ്ങ് പറഞ്ഞാൽ ആരെങ്കിലും ഒപ്പം നിൽക്കൂ? അഥവാ മുസ്ലിമിൻ്റെ പേരുള്ളവർ തന്നെയായിരുന്നു അറബ് നാട്ടിൽ മുഴുവൻ. അത് മുസ്ലിം ആവുമോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള വിഷയത്തെപ്പറ്റിയും അധികരിച്ച് ഒരുപാട് കാര്യങ്ങളും വീഡിയോകളൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ ആന എന്ന് പറയുന്നത് എന്ത്? ചെറിയ ആറ്റം എങ്ങനെ ഒപ്പം നിന്ന് ഇത്രയും വലിയ ആനയാവുന്നത്, അല്ലെങ്കിൽ ദിനോസർ ആവുന്നത്? ആ ദിനോസറൊക്കെ എവിടെ? 70 ആനയുടെ വലിപ്പമുള്ള നീലത്തിമിംഗലം, അതും അണുവിൽ നിന്ന് തന്നെയാണ് ആരംഭം എന്ന് ഖുർആൻ തന്നെ എടുത്ത് പറയുന്നുണ്ടല്ലോ. ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ പോയി പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു, ആ ആന പുല്ലാണ് തിന്നുന്നത്, മാംസബുക്കല്ല ആന. എങ്കിൽ ദിനോസർ മാംസബുക്കുമായിരുന്നു, അതുപോലെ തന്നെ സസ്യബുക്കുമായിരുന്നു. മനുഷ്യരിലും ചിലർ സസ്യബുക്കായിട്ടുണ്ട്, മാംസബുക്കായിട്ടും നിലനിൽക്കുന്നുണ്ട്. അതായത് കരയിലും വെള്ളത്തിലും തവള ജീവിക്കുന്നത് പോലെ തന്നെ ഡിഫറൻ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൻ്റെ അന്തർധാരയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ എൻ്റെ ചാനലിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയുന്നത്. ഇത് ന്യൂ റൂട്ടാണ്. ഞാൻ ആ പേരിട്ടിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ ആന എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായതാണ്, പ്രകൃതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ മനുഷ്യനെ പ്രകൃതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ പ്രകൃതി ആരാണ്? പ്രകൃതി തന്നെ. അപ്പോൾ ആറ്റം തന്നെ. അപ്പോൾ അള്ളാഹു തന്നെ. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. അപ്പോൾ അള്ളാഹു ആര് പറഞ്ഞാൽ അള്ളാഹു ഒരുപക്ഷെ ആറ്റമായിരിക്കാം. ഇല്ലാത്തതിൽ നിന്ന് ഞാൻ ഉണ്ടായി എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുമ്പോൾ അതിലൊരു അലിഫ് വരുന്നുണ്ട്. അവിടെ നിന്നാണ് അള്ളാഹുവിൻ്റെ ആരംഭം എന്ന് പല വിജ്ഞാന വിശാധരന്മാരും പറഞ്ഞിട്ടുണ്ട്. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. നിങ്ങൾ ആരോട് വേണമെങ്കിലും അന്വേഷിച്ച് നോക്കൂ. അള്ളാഹു എന്നത് ഇല്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും കണ്ട എല്ലാ സിദ്ധാന്തക്കാരും അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളൊക്കെ പറയും ഇല്ല. പക്ഷെ ആ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി. അത് റസൂലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്മേൽ ചേർത്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ഇങ്ങനെ പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു മുസ്ലിമിൻ്റെ ആരംഭം വരുന്നത്. അല്ലാതെ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് മറ്റേ ദീനിൽ ചേരാനാന്ന് പറഞ്ഞിട്ട് ഈ പബ്ലിക് രജിസ്റ്ററിൽ എഴുതി ചേർത്താലൊന്നും ഇസ്ലാമാവില്ല. അതിനെപ്പറ്റി ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ശക്തമായ വിശ്വാസം ആവശ്യമാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ ചിന്താധാരയിൽ നിന്നാണ് അനേക ദൈവങ്ങളുള്ളിടത്ത് ഏകദൈവ സിദ്ധാന്തവുമായിട്ട് റസൂൽ രംഗത്ത് വരുന്നത്. അതുവരെ കൂട്ടത്തല്ലും അടി പൊടി പൂരമായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് വീഡിയോകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഒരു ആന ആറ്റത്തിൽ നിന്നുണ്ടാവണമെങ്കിൽ ആറ്റം എന്തായിരിക്കും, ആന എന്തായിരിക്കും? നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെ വെറും ഭസ്മമായി തീരുന്നു. അതായത് ചില ആളുകളെ പള്ളിയിൽ മറവ് ചെയ്യുന്നു, ചില ആളുകളെ കരിച്ചു കളയുന്നു, ചില ആളുകൾ സമാധിയിൽ നിന്ന് മരണമടയുന്നു. എങ്ങനെ ആയാലും ശരി, പിന്നെ ഇത് മണ്ണിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റൊരു പ്രൊഡക്റ്റായിട്ട് മാറാനുള്ള കഴിവ് ഇതിന് വരുന്നത് എങ്ങനെ? ആ ആറ്റത്തിൽ നിന്നാണ് ഞാനാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? സംസാരിക്കുന്ന ഏകമൃഗം മനുഷ്യൻ മാത്രമാണ്. എഴുതുന്ന ഏകമൃഗം മനുഷ്യൻ മാത്രമാണ്. ചിരിക്കുന്ന, സംഗീതം ഉണ്ടാക്കാൻ കഴിയുന്ന, പല ശാസ്ത്ര സത്യങ്ങളും കണ്ടെത്താൻ കഴിയുന്ന, ചിന്തിക്കാൻ കഴിയുന്ന, മനനം ചെയ്യുന്നവൻ മനുഷ്യൻ എന്നത്. പിന്നെ കുരങ്ങിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞ സിദ്ധാന്തത്തെ ചവിട്ടിപ്പുഴുത്തുക ചെയ്യുള്ളൂ. ആര്?
ഇസ്ലാമികൾ. പക്ഷേ ഈ ഇസ്ലാമികൾ മുഴുവൻ ചവിട്ടിപ്പൂത്തില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഇതേ വിവരമില്ല. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമികൾ എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡാണ്. മറ്റുള്ള മതക്കാരെ ഉപദ്രവിക്കാൻ ഉണ്ടായതല്ല. അതൊക്കെ ആരൊക്കെ പറഞ്ഞുണ്ടാക്കാണ്. ആരിനെ ഉപദ്രവിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് പിന്നെ ഇസ്ലാമികൾ ചെയ്തു കൂട്ടുന്നതാണ്. അതാണ് അവരുടെ തെറ്റ്. അത് അവരെ ശിക്ഷിക്കാൻ കോടതിയും കണ്ണി കണ്ട എല്ലാ സംഭവമുണ്ട്. ഇനി കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയാത്തൊരു കേസിൽ ഉൾപ്പെട്ട ഏതൊരു മനുഷ്യനാവട്ടെ അതിനെ അള്ളാഹു ശിക്ഷിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ശിക്ഷ നൽകാൻ കഴിയില്ല. കാരണം തെറ്റ് ചെയ്തിട്ട് അയാൾ അങ്ങനെ എവിടേക്കെങ്കിലും കണ്ട് ഓടിപ്പോയിട്ട് രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മളെ നിയമത്തിന് എങ്ങനെ അയാളെ പിടിക്കാൻ പറ്റും? അപ്പോൾ അയാൾ ശിക്ഷയ്ക്ക് പരമാവധി അയാളെ ശിക്ഷിക്കേണ്ടതില്ലേ? തീർച്ചയായും നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ചോദ്യമാണത്. പല കുറ്റവാളികളും ഇപ്പോൾ 100 പേരെ ഒരാൾ കൊന്നു, നമ്മൾ എത്ര പ്രാവശ്യം അയാളെ ശിക്ഷിക്കാൻ സാധിക്കും എന്ന് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ചോദ്യം. ബാക്കി 99 പേരെ കൊന്നതിന് എങ്ങനെ ശിക്ഷിക്കും? ഇതിനുത്തരം നമ്മുടെ ഏത് മതക്കാരായാലും എന്നെ വിളിച്ച് പറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ കമാൻഡിൽ അറിയിക്കുന്നതുകൊണ്ടോ യാതൊരു വിരോധവുമില്ല. അറബികൾക്കും സംസാരിക്കാം, ഇംഗ്ലീഷുകാർക്കും സംസാരിക്കാം, തമിഴന്മാർക്കും സംസാരിക്കാം. ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഭാഷയിലുള്ള എല്ലാവർക്കും സംസാരിക്കാം. നമ്മൾ എങ്ങനെ അയാളെ ശിക്ഷിക്കുമെന്ന് ഞാനല്ല ചോദിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജനങ്ങൾ ചോദിച്ചു, പിന്നെ ആര് ബാക്കി 99 പേര് ശിക്ഷിച്ചതിന് പകരം ശിക്ഷിക്കുന്നു? അത് അള്ളാഹു ശിക്ഷിക്കും. അപ്പോൾ അള്ളാഹു ശിക്ഷിക്കുമ്പോൾ മരിക്കൂല പറഞ്ഞാൽ അള്ളാഹു എങ്ങനെ നമ്മളെ ജീവൻ പകർന്നോ വീണ്ടും വീണ്ടും ജീവൻ പകർന്നുകൊണ്ടിരിക്കും. കാലാകാലം നന്മ ചെയ്തവർ സ്വർഗത്തിലും തിന്മ ചെയ്തവർ നരകത്തിലുമായിരിക്കും. ഇത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നല്ല. ഒരു ഇസ്ലാമിയാണെങ്കിൽ ഈ വിശ്വാസം, സത്യവിശ്വാസം അയാൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈസാ നബി ജനിച്ചത് എല്ലാവിധ ശിക്ഷകളും ജനങ്ങളിൽ ഇല്ലാതാക്കാനാണെന്ന് പറയുന്നത് അത് പറച്ചിൽ മാത്രമാണ്. അത് അള്ളാഹു വന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈസാ നബി പറഞ്ഞിട്ടില്ല. ഞാൻ ക്രൂശിക്കപ്പെട്ടതിനാൽ എല്ലാവരുടെയും ശിക്ഷയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു. എങ്കിൽ പിന്നെ മറ്റൊരു പ്രവാചകൻ്റെ ആവശ്യം അവിടെ വരില്ലല്ലോ. മറ്റൊരു പ്രവാചകൻ വരുമെന്ന് ഈസാ നബി പറയില്ലല്ലോ. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ നമ്മളെ പറഞ്ഞ് കുഴച്ചിട്ടുണ്ട്, അതിനൊക്കെ ഉത്തരം നമുക്ക് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതിലൂടെ അങ്ങ് പോകുമ്പോൾ നമ്മൾ ഖുർആനിലേക്ക് കൂടുതൽ കൂടുതൽ വരികയും ഖുർആൻ എന്ന ശാസ്ത്ര ഗ്രന്ഥമാണെന്ന തിരിച്ചറിവിൽ നിങ്ങൾ എത്തുന്നത് വരെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഓരോ വീഡിയോകളും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനിയും ഇതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിരമിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും നിങ്ങളിതിനെപ്പറ്റി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ ബെൽ ബട്ടൺ അമർത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വേഗം കിട്ടാൻ അത് സഹായിക്കുന്നു. അതിനാണ് ആ ബെല്ലൈക്കൺ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു, എനിക്കതൊന്നും അറിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്കതെല്ലാം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക, ഈ അഭ്യർത്ഥന ഓരോ യൂട്യൂബേഴ്സും നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ അവർക്ക് സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഓരോ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നിന്നിട്ട് മാത്രം, ആ അടിത്തറമ നിന്നിട്ട് മാത്രമേ നമുക്കിത് സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനാണ് ഇങ്ങനെ ലൈക്ക് ചെയ്യാനും ഒക്കെ പറയുന്നത്. അല്ലെങ്കിൽ യൂട്യൂബ് മറ്റേ വീഡിയോ നിങ്ങളിൽ എത്തിക്കില്ല. അപ്പോൾ ഇതിന് ആളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഡിസ്മിസ് ചെയ്യും, അല്ലെങ്കിൽ ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ ലോ ആൻഡ് റെഗുലർ നിയമങ്ങളൊക്കെ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോയിൽ നിന്ന് തൽക്കാലം വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.